ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മളിതാ വീട് കൂട്ടി ഇറങ്ങി കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, നമ്മളെ അനൂക്കാൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഉമ്മ കുറച്ചപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ടൗണിൽ മാനന്തവാടി ടൗണിൽ തന്നെ കോട്ടേഴ്സിലാണ് കേട്ടോ നിൽക്കുന്നത്. കുറേ ദിവസമായിട്ട് ഉമ്മ നമ്മളെ കൂടെയായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ റൂമൊക്കെ ആകെ അലങ്കോലായി. എലിയും പിന്നെ പെരുച്ചാഴിയൊക്കെ കയറി കുറേ തുണികളും പുതപ്പൊക്കെ കീറി നശിപ്പിച്ച് പിന്നെ പൊടിയൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഉമ്മ നോമ്പിൻ്റെ സമയത്ത് എന്താക്കുക, കുറച്ച് ദിവസം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചുവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അച്ചു പിന്നെ നോക്ക് എന്ന് പറഞ്ഞിട്ട്. അച്ചു ചില സമയം അങ്ങനെ നോക്കുകയില്ല. എന്നിട്ട് വീഡിയോ കാണുമ്പോൾ പറയും, ഇതെന്താ എൻ്റെ മുഖം കാണാത്തേ, ഇതെന്താ എന്നെ കാണിക്കാത്തേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അച്ചൂസ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടോ. ഉമ്മ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ നിറച്ച ആൾക്കാർ ഉണ്ട്. അപ്പുറത്തൊക്കെ എല്ലാ റൂമുകളും തുറന്നെടുക്കുന്നതല്ല കേട്ടോ, അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഉമ്മാൻ്റെ റൂം. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ പോയിട്ട് ബെല്ലൊക്കെ അടിച്ചു. പക്ഷെ ആൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് കസേര വെച്ചിട്ട് വാതിലിങ്ങനെ പൂട്ടും. പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കയറിപ്പോയി നോക്കിയപ്പോൾ നിസ്കരിക്കുക തന്നെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, ഉമ്മ കയറി വാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അച്ചു വേഗം ഉമ്മാനെ തിരഞ്ഞു പോവാണ് കേട്ടോ. ഞാൻ ആ ഹാളിലേക്ക് കയറിയപ്പോൾ നല്ല വെട്ടമുള്ളൊരു ബൾബ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതെവിടുന്നാ ഈ ബൾബ് എന്ന്. ബാക്കി എല്ലായിടത്തും ഉള്ളതിനേക്കാൾ ഈ ഹാളിൽ വലിയൊരു ബൾബാണ്. അപ്പോൾ അത് നല്ല വെളിച്ചമുണ്ട് അവിടെ ഹാള് മൊത്തം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ചു വേഗം കയറി ചെന്ന് ഉമ്മാൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മ 3-4 ദിവസമായിട്ട് അച്ചുവിനെ കണ്ടിട്ട് 3-4 ദിവസമായി. അതാണ് ഒന്നാമത് വരാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അനൂക്കൻ്റെ വണ്ടിയിലല്ല കേട്ടോ വന്നത്, അനൂക്ക വേറെ വണ്ടി വിട്ട് തരികയാണ് ചെയ്തത് നമുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഉമ്മാമയും മോനും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉമ്മ പറഞ്ഞ് ചോറ് നമുക്ക് പൊലച്ചക്ക് ചോറും കറിയൊക്കെ വേണമല്ലോ, അപ്പോൾ അതൊന്നും പിന്നെ വെക്കണ്ട, ഞാൻ വന്ന് അതൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഉമ്മ ഇങ്ങനെ ഒരു സാധനം, ഒരു കായ്, ചെരങ്ങാന്നെങ്ങാനുമാണ് അതിൻ്റെ പേര് പറഞ്ഞത്, ഈ പൊലച്ചക്ക് താളിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുറിച്ചിടുകയാണ്. അച്ചു അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാട്ടുന്നുണ്ട് കേട്ടോ. അത് വെച്ച് അതപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോയിൽ കാണിക്കുക പറഞ്ഞപ്പോൾ ഉമ്മ അതെടുത്ത് കാണിക്കുകയാണ് കേട്ടോ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉമ്മാൻ്റെ കൂടെ അവരുടെ കോട്ടേഴ്സിൻ്റെ മേലെ ഒരു റൂമിൽ താമസിക്കുന്ന ഒരു താത്തയും കൂടെ വന്ന് നിൽക്കും. അവരും ഒറ്റക്കാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താക്കും, രണ്ടാളും കൂടെ ഒരുമിച്ച് നിൽക്കും, ഒരു കൂട്ടായല്ലോ. അപ്പോൾ അങ്ങനെ അവരും ഉണ്ടായിരുന്നു, നമ്മളെ മുന്നിലിരിക്കുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ അവരോടും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളും എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അച്ചു കാര്യമായിട്ടുള്ള പരിപാടിയാണ് അതിൽ. അങ്ങനെ അതൊക്കെ അരിഞ്ഞിട്ട് ചോറ് വെച്ചിരുന്നു ഉമ്മ ഓൾറെഡി. അപ്പോൾ അങ്ങനെ ഉമ്മ അതിനുള്ള പരിപാടീസിലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത് മുറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ല ഇതായിട്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. താത്താൻ്റെ അടുത്ത് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ എന്താണെന്നൊന്നും ഓർമ്മയില്ല കേട്ടോ, ഇന്നലെ പറഞ്ഞതല്ലേ. ഇന്നിപ്പോൾ രാവിലെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. ഉമ്മാനോടും എന്തൊക്കെയോ പറയുന്നുണ്ട് വീഡിയോനെ പറ്റിയൊക്കെ. അപ്പം അങ്ങനെ പിന്നെ നമ്മളെന്താക്കി, കറി അടുപ്പത്ത് വെച്ചു. കറിയൊക്കെ ഇതാ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ ഉമ്മ കുറേ ദിവസമായിട്ട് എൻ്റെ അടുത്താന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാം പുതിയതായിട്ട് പൊട്ടിച്ചിടുക, കടുകൊക്കെ ഇതാ പൊട്ടിച്ചിടുന്നേ ഉള്ളൂ കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചത് എല്ലാം റെഡിയാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് വല്ലാതെ പിന്നെ നേരത്തെ വെച്ചിരുന്നു കേട്ടോ പാത്രം. അത് ഭയങ്കരമായിട്ട് ചൂടായപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ട് പിന്നെയും വെച്ചതാട്ടോ കടുകിടാൻ നേരത്ത്. അങ്ങനെ ഇത് ജസ്റ്റ് നമ്മൾ എന്താക്കുന്ന അറിയാൽ പച്ചമുളക് മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ. ഇതിൽ പച്ചമുളകും കടുക് പൊട്ടിക്കും, കുറച്ച് പച്ചമുളക് ഇടും, ചിലർ ഉള്ളിയൊക്കെ ഇടുമായിരിക്കും. നമ്മളങ്ങനെയൊന്നും ഇടൂല, പച്ചമുളകും ഇതും മാത്രം, ഉപ്പും ഇട്ടിട്ട് കറിവേപ്പില വേണ്ട, ഒരു കറിവേപ്പില ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. അവിടെ ഇല്ലാത്തത് കൊണ്ട് അതിട്ടില്ല കേട്ടോ. അപ്പം അതിട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ച് ചെറിയ തീയിലിങ്ങനെ വേവിച്ചെടുക്കുക.
വേറെ ഒന്നുമില്ല കേട്ടോ. ഇത് മാത്രം, ഇത് പ്ലെയിനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ കഴിച്ച ഓർമ്മയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമാവാത്ത പോലെ ഉണ്ടായിരുന്നു. പക്ഷെ പൊലച്ചക്ക് നമ്മൾ കഴിച്ചല്ലോ, അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് ഓരോ വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ഉമ്മയും ഞാനും വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ എന്താക്കി, തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് ആവിയിൽ വേവിക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ അനൂക്ക ഇല്ലായിരുന്നു. അനൂക്ക കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ അനൂക്ക കുറച്ച് നേരം വൈകുമെന്ന് വിളിച്ച് പറഞ്ഞ് മെല്ലെ വരുവുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ കാത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ചോറും കറിയൊക്കെ ഇവിടുന്ന് തന്നെ വെച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെ എന്താക്കിയാൽ മതി, ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പം അങ്ങനെ അച്ചു ഭയങ്കര കളിയിലാട്ടോ. അച്ചു പിന്നെ ഒറ്റക്ക്, ഇവിടെ ഒറ്റക്കായതുകൊണ്ട് അവിടെ ഒറ്റക്കായ, എവിടെ പോയാലും അച്ചു ഒറ്റക്കാണെങ്കിലും കളിച്ചോളും. എന്തെങ്കിലും ഒരു വണ്ടി ഉണ്ടായാൽ മതി അച്ചുവിന്. അപ്പോൾ അങ്ങനെ തീയൊക്കെ കുറച്ച് വെച്ച് നമ്മൾ പിന്നെയും പോവും. ഇടയ്ക്കിടയ്ക്ക് ഹാളിൽ പോയിരുന്ന് അവരോടും വർത്താനം പറയും. അപ്പോൾ ഇങ്ങനെ പറയാം കേട്ടോ, ഇനി ഇതായിട്ട് കാണാമെന്നൊക്കെ. അവിടെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ് അച്ചൂസിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കിയിട്ട് ഇളക്കിയിടുന്നുണ്ട്. ആ പരിപാടികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം നാളെ നോമ്പായി. ഇനി ഇങ്ങനെ ഒരു ഒറ്റ വെച്ചുണ്ടാക്കലൊക്കെ മതിയല്ലോ. അല്ലെങ്കിൽ ഉമ്മ പകലുണ്ടാവില്ല കേട്ടോ, ഉമ്മ പണിക്ക് പോവും. ഉമ്മ ഹോട്ടലിലാണ് പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നാളെ തൊട്ട് നോമ്പായതുകൊണ്ട് ഹോട്ടലിൽ തന്നെയാണ്, പക്ഷെ കടി ഉണ്ടാക്കി കൊടുക്കൽ, വൈകുന്നേരം നോമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള കടികൾ ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ നാളെ തൊട്ട്. അതുവരെ ഉച്ചയ്ക്കായിരുന്നു. പിന്നെ ഞാൻ അച്ചു പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ പോയി നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ മക്കളാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ക്യാമറയും ഇതൊക്കെ കണ്ടപ്പോൾ അവർ വ്ളോഗ് എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഉമ്മ കുറേ ആയിട്ട് നമ്മളെ അടുത്തായിരുന്നു. അപ്പോൾ ഈ അച്ചു കുറച്ചും കൂടെ ചെറുതായ സമയത്താണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുറേ ആയിട്ട് നമ്മളെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാനതൊന്ന് ഇളക്കി നോക്കിയത് എന്തായിന്ന്. പിന്നെ ഉമ്മ പറഞ്ഞു ആയി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇത് കുറച്ച് വെള്ളം പോലെയാണ് ഉണ്ടാവുക. പക്ഷേ നമുക്ക് ഓവർ വെള്ളം വേണ്ടാത്തതുകൊണ്ട് ഇതേപോലെ കുറച്ച് ഡ്രൈ ആക്കി എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അനൂക്ക വന്നു കേട്ടോ. അനൂക്ക കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു 10 മണിയൊക്കെ ആയി. അപ്പം അനൂക്ക വന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇങ്ങോട്ട് വരുമ്പോൾ അനൂക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓട്ടോ വിടുമായിരുന്നു. തിരിച്ചു പോവാൻ അനൂക്കൊരു കാർ എടുത്തിട്ടാണ് വന്നത് കേട്ടോ, വേറെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ വേറൊരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൂടെ അങ്ങോട്ട് തിരിച്ച്. അപ്പോൾ പുള്ളീനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.